അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് നോമ്പ് കുറിക്കുന്നത് ഈ പള്ളിയിൽ നിന്നാണ്. നമ്മുടെ കൂട്ടുകാരൻ വൈസാലി ഇന്ന് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാണ് ഗൈസ് നമ്മളിവിടെ കൊണ്ടുവന്നത്. പള്ളി അടിപൊളിയാണ് ഗൈസ്, ഫ്രണ്ടിൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഷിഹാബൊക്കെ കാണാൻ കഴിയും. നമ്മളങ്ങനെ നേരെ നോമ്പ് കുറിക്കുന്നിടത്തോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ. എന്നിട്ട് നേരെ നോമ്പ് കുറിക്കായിരുന്നു. ഇന്ന് നമുക്ക് നോമ്പ് ഉറപ്പിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സമൂസ, മുട്ട പപ്സ്, ചെറിയ ജ്യൂസ് വിത്ത് അണ്ടിപ്പരിപ്പാൻഡ്, പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ ഈ കാക്ക പറഞ്ഞത് മിക്കപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. അങ്ങനെ ബാങ്ക് വിളിച്ചു, നമ്മൾ നോമ്പ് കുറിച്ചു. ഇങ്ങനെയാണെങ്കിൽ ടോപ്പ് 5 നമ്മൾ ഇളമ്പള്ളൂർ പള്ളി എത്തിയിരിക്കുകയാണ്. അപ്പുറത്തിരിക്കുന്ന നിൽക്കായൊക്കെ മുട്ട പപ്സ് വീണ്ടും എടുത്തു തരുന്നു. മുന്തിരി തന്നെ 1/2 കിലോ ഉണ്ട് ഗൈസ്. ഇതെല്ലാം കൂടെ തിന്നിട്ട് എനിക്ക് ആ മുട്ട പപ്സ് തിന്നാനുള്ള ത്രാണി ഇല്ലായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ നിസ്കരിക്കാൻ വന്നു. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടാവും. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നേരത്തെ വന്ന് സീറ്റ് പിടിച്ച ആൾക്കാരെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ പൊറോട്ടയും ബീഫ് കറി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിച്ചുക തിന്നുക. പിന്നെ പറയാനാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. ഇന്നത്തെ നോമ്പ് അടിപൊളിയായിരുന്നു ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോളോ ചെയ്ത് വെച്ചു.